ഓം ശാന്തി. സ്നേഹസ്വരൂപമായി സ്നേഹസാഗര ബാബയെ എൻ്റെ കൂടെ ഞാൻ അനുഭവം ചെയ്യുന്നു. ബാബയോട് മനസ്സോട് സംസാരിക്കുന്നു. ബാബ, അങ്ങെനിക്ക് അങ്ങയുടെ ഹൃദയത്തിൽ സ്ഥാനം തന്നു. തൻ്റെ സ്നേഹത്തിനു പാത്രമാക്കി അങ്ങനെ ഹൃദയ സിംഹാസനത്തിന് അധികാരിയാക്കി. എൻ്റെ ഹൃദയത്തിൽ പരിധിയില്ലാത്ത സ്നേഹത്തിൻ്റെ തിരകൾ അലയടിക്കുന്നു. ഞാൻ പ്രഭു പ്രിയ ആത്മാവാണ്. ഞാൻ ഭാഗ്യശാലിയാണ്. ബാബയുടെ നിഷ്കാമ നിർമ്മല നിസ്വാർത്ഥ സ്നേഹം ഞാൻ പ്രാപ്തി ചെയ്തു. ഈ ലോകത്തിൽ മറ്റൊരു മനുഷ്യർക്കും ഇത്രയും സ്നേഹം നൽകാൻ സാധിക്കില്ല. ബാബ എൻ്റെ ജന്മജന്മാന്തരങ്ങളിലെ ദുഃഖമില്ലാതാക്കി എന്നെ കൂട്ടുകാരനാക്കി എന്നെക്കൊണ്ട് ശ്രേഷ്ഠ കർമ്മം ചെയ്യിക്കുന്നു. ബാബ അങ്ങെനിക്ക് പരമധാമത്തിലേക്ക് പറക്കാനുള്ള ചിറകു നൽകി. വീണ്ടും വീണ്ടും ഞാൻ പരമധാമത്തിലേക്ക് പോകുന്നു. ആഗ്രഹിക്കുമ്പോൾ കർമ്മം ചെയ്യാൻ സാകാരി ലോകത്തിലേക്ക് വരുന്നു. ഞാനിപ്പോൾ ബാബയുടെ ശീതള ഛത്രഛായയിലാണ്. എൻ്റെ ശിരസിൽ സദാ ബാബയുടെ സഹായഹസ്തമുണ്ട്. എനിക്ക് പരിധിയില്ലാത്ത സ്നേഹം നൽകുന്നു. ബാബ എന്താണോ ചെയ്യിക്കുന്നത് ഞാൻ അത് ചെയ്യുന്നു. ബാബ, ഞാൻ സദാ അങ്ങയുടെ കൂടെ അടുത്തിരിക്കുന്നു. അങ്ങയുടെ മധുര ദൃഷ്ടി ഞാൻ സ്വീകരിക്കുന്നു. സദാ അങ്ങയുടെ നയനങ്ങളിൽ സമാവേശമാകുന്നു. ബാബ, അങ്ങയോട് എനിക്ക് പരിധിയില്ലാത്ത സ്നേഹമുണ്ട്, സത്യസ്നേഹമുണ്ട്, നിസ്വാർത്ഥ സ്നേഹമാണ്. എപ്പോൾ വരെ സംഗമയുഗമുണ്ടോ എൻ്റെ ഹൃദയത്തിൽ ബാബ ഇരിക്കും. അങ്ങയുടെ ഹൃദയത്തിൽ ഞാനിരിക്കും. അതിസ്നേഹിയായ ബാബ വന്ന് എന്നെ വിശ്വത്തിൻ്റെ അധികാരിയാക്കുന്നു. ഞാൻ ബാബയുടെ ശ്രീമതമനുസരിച്ച് നടക്കുന്നു. പരമാത്മാവിനെ യഥാർത്ഥ രൂപത്തിൽ അറിയാത്തത് കാരണം ഞാൻ പതിതമായി പോയി. ബാബ വന്ന് എനിക്ക് തൻ്റെ ശരിയായ പരിചയം തരുന്നു. ഞാൻ പരമാത്മാവിൻ്റെ കുട്ടിയാണ്. വസിക്കുന്നതും പരമധാമത്തിലാണ്, നിർവാണധാമത്തിലാണ്. ഈ ലോകത്തിൽ വന്നപ്പോൾ
ഞാൻ ലൗകിക അച്ഛൻ്റെ കുട്ടിയായി പാരലൗകിക അച്ഛനെ മറന്നു പോകുന്നു. ആത്മാവും ശരീരവും ബന്ധിതമായി ഡ്രാമ അനുസരിച്ച് പഴയ ലോകം പുതിയതായി മാറാൻ പോകുമ്പോൾ ബാബ വരും. ബാബ വന്ന് ആത്മാക്കളെ സദോപ്രധാനമാക്കുന്നു. ഞാൻ നിരാകാരി ലോകത്തിൽ ബാബയോടൊപ്പം വസിക്കുന്നു. ഇത് മുള്ളുകളുടെ ലോകമാണ്. ബാബ മുള്ളുകളെയെല്ലാം പുഷ്പമാക്കുന്നു. 21 ജന്മങ്ങളിലേക്ക് പാവനമാക്കി മാറ്റുന്നു. ബാബ വന്ന് പരിധിയില്ലാത്ത ജ്ഞാനം നൽകുന്നു. അരകൽപ്പം ഞാൻ ബാബയെ ഓർമ്മിച്ചു വന്നു. ദുഃഖമായി മാറുമ്പോൾ ബാബ വന്ന് സുഖിയാക്കി മാറ്റുന്നു. ഇത് രുദ്രജ്ഞാനയജ്ഞമാണ്. ഭക്തി പൂർത്തിയാവുമ്പോൾ ബാബ വന്ന് രുദ്രജ്ഞാനയജ്ഞം രചിക്കുന്നു. ബാബ അതിസ്നേഹിയാണ്. വിശ്വത്തിൻ്റെ അധികാരിയാക്കുന്നു. ബാബയെക്കാളും പ്രിയപ്പെട്ടത് മറ്റൊന്നുമില്ല. ശിവനാകുന്ന അമരനാഥൻ അമര കഥ കേൾപ്പിക്കുന്നു. സത്യയുഗം നിർവികാരി ലോകമാണ്. ബാബ യാചകനിൽ നിന്നും രാജകുമാരനാക്കി മാറ്റുന്നു. ഞാൻ പൂക്കളുടെ ലോകത്തേക്ക് പോകുകയാണ്. അതിനാൽ സുഗന്ധമുള്ള പുഷ്പമാകണം. ഒരു പാരലൗകിക ബാബയോട് സർവസംബന്ധവും യോജിപ്പിക്കുന്നു. ബാബ അതിസ്നേഹിയാണ്. അതിനാൽ ഒരു ബാബയെ മാത്രം ഞാൻ സ്നേഹിക്കുന്നു. സുഖദാതാവായ ബാബയെ മാത്രം ഓർമ്മിക്കുന്നു. ബാബ തന്നിരിക്കുന്ന വരദാനത്തിൻ്റെ സ്വരൂപമാകുന്നു. ആരുടെയും പോരായ്മകളോ ബലഹീനതകളോ നോക്കാതെ തൻ്റെ ഗുണങ്ങളും ശക്തികളും ഉപയോഗിച്ച് സഹയോഗം നൽകുന്ന മാസ്റ്റർ ദാതാവാകുന്നു. സർവർക്കും ശുഭഭാവന വയ്ക്കുന്നു. ഇവരും ബാപ്പ് സമാനമാകട്ടെ. സർവരും ശാന്തി, സുഖം, ശക്തികളാൽ സമ്പന്നരാകട്ടെ. അപ്പോൾ മാസ്റ്റർ ദാതാവെന്ന് പറയൂ. മനസ്സ്, വാക്ക്, പ്രവൃത്തി ഇതിലൂടെ സേവനം ചെയ്യുന്നവരാണ് നിരന്തര സേവാധാരികൾ. സേവനം അവരുടെ ഓരോ ശ്വാസത്തിലുമുണ്ട്. ബാബ അവ്യക്ത സൂചന നൽകുന്നു. ദേഹം, ദേഹത്തിൻ്റെ സംബന്ധങ്ങൾ, പഴയ ലോകത്തിൻ്റെ ഓർമ്മകൾ, ഇവയിൽ നിന്നെല്ലാം മുക്തരാകൂ. ഓം ശാന്തി.